പഠിക്കണ്ടേ? അത് ഹാപ്പിയായോ? ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസമായിട്ട് എനിക്ക് റിക്വസ്റ്റ് വരുന്നതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ രാവിലെ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും തലേന്ന് ഞാൻ കടലക്കറിക്ക് വേണ്ടിയിട്ട് കടല കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വയ്ക്കാനായിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ദിനു എഴുന്നേറ്റ് റെഡിയായി ജിമ്മിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ കട്ടൻ ചായ ഇട്ട് കൊടുത്തായിരുന്നു. അതും കുടിച്ചിട്ടാണ് ജിമ്മിലേക്ക് പോകുന്നത്. അപ്പോൾ പാത്തൂസ് നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ കടലക്കറിയിലേക്ക് ഇടാനായിട്ട് തേങ്ങാക്കൊത്തൊന്ന് എടുക്കുകയാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് എടുക്കുകയാണ്. പിന്നെ ഒരടുപ്പിലാണെങ്കിൽ നമ്മുടെ ചോറ് വെന്ത് വരുന്നുണ്ട്. ഒരടുപ്പിൽ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് സവോളയൊക്കെ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരടുപ്പിൽ കടല കുക്കായും വരുന്നുണ്ട്. അപ്പം കടലയൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞപ്പോൾ കുക്കർ മാറ്റി വെച്ചിട്ട് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചോറ് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വാർത്തിട്ട് ഞാൻ ആ ഒരു അടുപ്പിലേക്ക് ബേബിക്കോൺ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബേബിക്കോൺ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന റെസിപ്പി ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ബീട്രൂട്ട് തോരനും അവിടെ നിന്ന് റെഡിയാവുന്നുണ്ട്. മസാല, കടലയ്ക്ക് വേണ്ട മസാലയെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടല ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന ഒരു സിമ്പിൾ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ദിനു ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ജിമ്മിൽ നിന്ന് വന്ന് ബാത്റൂമിലൊക്കെ കയറി കൈയും കാലും ഒക്കെ കഴിയുമ്പോഴത്തേക്കും പാത്തൂസ് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ പാത്തുവിനെ അപ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പയുടെ തോളിൽ തന്നെ കിടക്കുകയാണ്. എണീറ്റ് വരാൻ പറഞ്ഞിട്ടൊന്നും എണീറ്റ് വരുന്നില്ല, ഉറക്കം മതിയായില്ലെന്നും പറഞ്ഞ് കിടക്കുക കേട്ടോ. ഇനിയിപ്പോൾ അവളെ സ്കൂളിൽ വിടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ചോറും കടലക്കറിയും അതുപോലെ ബീട്രൂട്ട് തോരനും ബേബിക്കോൺ ഫ്രൈയുമാണ് ഇന്നത്തെ ലഞ്ചിന്. അപ്പോൾ അത് ഞാൻ ദിനുവിന് വേണ്ടിയിട്ടുള്ളത് പാക്ക് ചെയ്തെടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ പുട്ടിനുള്ളതൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പുട്ടൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ പാത്തൂസിന് കൊടുത്തു വിടാനായിട്ട് ഞാൻ ദോശമാവുണ്ട് കേട്ടോ. അപ്പോൾ ദോശമാവ് വെച്ചിട്ട് അവൾക്ക് ABCD ദോശ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി അമ്മമാർ എനിക്ക് താങ്ക്സ് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ദോശമാവ് വെച്ചിട്ട് നമ്മൾ 1 2 3 4 അങ്ങനെ നമ്മൾ ചെയ്താണ് കൊടുക്കുന്നത്. അതും കാരമൽ ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു വിടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പോൾ പാത്തൂന് ഇതിന് പാലും മുട്ടയും അതുപോലെ ദോശയും കൂടെ കൊടുക്കുകയാണ്. അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്നില്ല എന്നും പറഞ്ഞൊരു വഴക്ക് അപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാത്തുവിന് വേണ്ടിയിട്ടുള്ളതും പാക്ക് ചെയ്യാണ് കേട്ടോ ഞാൻ. ബേബിക്കോൺ ഫ്രൈയും കാഷ്യൂനട്ടും പിന്നെ ഒരു കുറച്ച് കടല വേവിച്ചപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതുപോലെ കാരമൽ ദോശയും കൂടെയാണ് അവൾക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു വിടുമ്പം പിള്ളേരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ ആൾ കുളിപ്പിച്ച് റെഡിയാക്കിയപ്പോഴത്തേക്കും കരച്ചിലും ബഹളവും തുടങ്ങി. അപ്പം ഞാനും കൂടെ സ്കൂളിൽ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ ഇത്തിരി ഒരു സമാധാനമായി കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. എന്തിനു കരയണേ? അമ്മ വരുന്നില്ലേ? അച്ചോടാ കരയാതെ. അന്നാ അമ്മ വരുന്നില്ല. കുഞ്ഞു കരയാണ്, അമ്മ വരുന്നില്ല. അമ്മ വരുന്നു. പോവാ. സ്കൂളിൽ വിടുന്നതോ? നമുക്ക് പഠിക്കണ്ടേ? വരുന്നു. എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര സങ്കടമാണ്. ഇതിന് മുന്നേ നല്ല ഹാപ്പി ആയിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്നയാളാണ്. പക്ഷേ ഈയിടെയായിട്ട് ആ പനിയൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം പോകാതെ ഗ്യാപ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് പോകാൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ അവൾ വണ്ടി ഇങ്ങനെ നീങ്ങുന്നിടം വരെ നമ്മളെ നോക്കി ഇങ്ങനെ വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ എനിക്ക് സങ്കടമാകും. അങ്ങനെ ഞാൻ അവളെയും വിട്ടിട്ട് തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറി അപ്പോഴത്തേക്കും ദിനു പോകാനായിട്ട് റെഡി ആയിരുന്നു. ദിനുവിന് ലേറ്റായിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ദിനുവും കുളിച്ച് റെഡിയായി വന്ന് നമ്മൾ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ സാധാരണയാണെങ്കിൽ ദിനു പാത്തു പോകുന്നതിന് മുന്നേ പോകുന്നതാണ്. ഇന്ന് താമസിച്ച് പോയാൽ മതിയായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായത്. അപ്പോൾ പാത്തു ആണെങ്കിലും കുറേ കരഞ്ഞുകൊണ്ടൊക്കെയല്ലേ പോയത്. അപ്പം നമുക്കും നല്ല സങ്കടമായിരുന്നു രണ്ടുപേർക്കും. അങ്ങനെ ദിനു ഓഫീസിൽ പോയതിന് ശേഷം
ഫുള്ള് ക്ലീനിങ്. കുറേ പാത്രങ്ങൾ രാവിലത്തെ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. അതുപോലെ കുടിക്കാനായിട്ടുള്ള വെള്ളം കൂടെ തിളപ്പിച്ചാൽ മതിയായിരുന്നു. അതും തിളപ്പിച്ച് അടുക്കളയും ഹാളും റൂമും എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തുണി മടക്കാനുള്ളത് മടക്കി വെച്ചായിരുന്നു. അതുപോലെ കഴുകാനുള്ളത് വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ കഴുകിയ തുണിയൊക്കെ ഒന്ന് ഞാൻ വിരിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ റൂമിൽ തന്നെ ഇട്ടാട്ടോ ഉണങ്ങുന്നത്. അങ്ങനെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പം ജിമ്മിലേക്ക് പോയില്ല. ഒരു മൂടിയ കാലാവസ്ഥ, ഇവിടെ വെയിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നതിന് ശേഷം വീട്ടിൽ പോയി ഫ്രഷായി. 12:30 ആയപ്പോഴത്തേക്കും പാത്തുവിൻ്റെ സ്കൂൾ ബസ് വരാറായി. ആ സമയത്ത് ഗേറ്റിൽ വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. 7, 8, 9, 10. വെരി ഗുഡ്. പാത്തു ഹാപ്പിയായോ? ഹാപ്പിയായി. എന്ത് ടീച്ചർ പഠിപ്പിച്ചേ? ABCD പഠിപ്പിച്ചോ? എന്നിട്ട് പിന്നെ എന്തിനാ കരഞ്ഞേ? അമ്മ പോണെന്ന് പറഞ്ഞോ? ഗുഡ് ഗേൾ ആണോ? പിന്നെ ടീച്ചർ എന്നാ പറഞ്ഞു? അമ്മ വരുമെന്ന് പറഞ്ഞോ? നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സ് മാറി അമ്മമ്മ കഴിച്ച് ഉറങ്ങാം. ഓക്കെ, ബൈ പറ. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പോയ പാത്തു നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പോൾ വന്ന ഉടനെ ഞാൻ ബാഗ് ഒന്ന് നോക്കുകയാണ്, കൊണ്ടുപോയ സാധനങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോയെന്നും അതുപോലെ കൊടുത്തു വിട്ട ഫുഡൊക്കെ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടോയെന്നും ഒക്കെ. പിന്നെ ഡയറി ചെക്ക് ചെയ്യും. കാരണം അവരുടെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ഡയറി ത്രൂ ആണ് അവർ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ പാത്തൂസിൻ്റെ ആക്ടിവിറ്റി ആയിരുന്നു കാറ്റർപില്ലർ. അതൊക്കെ അവൾ എന്നെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ, ഡയറിയിലുണ്ടെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് പാത്തുവിനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അവൾക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ വരുന്ന ഉടനെ ഫ്രഷാക്കി ചോറ് കൊടുത്തില്ലെങ്കിൽ ഉറങ്ങാനായിട്ട് വാശി പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചോറൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഉറങ്ങി. അപ്പോൾ അവളുടെ തൊട്ടി ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ അവൾ ചോദിക്കും തൊട്ടി കിടത്താവുമെന്ന്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ തൊട്ടി കിടത്തി ഉറക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവൾ കട്ടിലേ തന്നെ കിടന്നുറങ്ങും. അവൾക്ക് നിർബന്ധമൊന്നുമില്ല അങ്ങനെ തൊട്ടി വേണം എന്നൊന്നും. അപ്പോൾ സന്ധ്യയായപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ പാത്തു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് പുട്ടും കടലക്കറിയും കഴിക്കുകയാണ്. ഓരോ ദിവസവും വൈകുന്നേരം ഓരോന്നാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ പുട്ടും കടലക്കറി ആയിരുന്നല്ലോ, അപ്പോൾ അത് അവൾ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പുട്ടും കടലക്കറിയും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനി വൈകിട്ടത്തേക്കുള്ള കുക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നാളത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ വിഷയം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ടൈം മാനേജ്മെൻറ്റ്. ഒന്നിനും സമയം കണ്ടെത്താൻ പറ്റാതെ വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ചെറിയ കുട്ടികളുള്ളവർ, വീട്ടുജോലിയും ജോലിഭാരവും ഒന്നിച്ച് കൊണ്ടുപോകുന്നവർ. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ സമയം ക്രമീകരിക്കാൻ പഠിച്ചാൽ നമ്മുടെ ഓവർ സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പൊതുവേ നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് കുക്കിംഗ് ഓർത്തിട്ടായിരിക്കും, എന്തുണ്ടാക്കും എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ സമയം കളയുന്നത്. അതിനായിട്ട് ഞാൻ പിറ്റേന്നത്തേക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാം തന്നെ തലേന്ന് രാത്രി റെഡിയാക്കി വെക്കും. എക്സാമ്പിൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും. കറി ലീവ്സ് പച്ചമുളക് എല്ലാം വാഷ് ചെയ്ത് ഡ്രൈ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അരി റൈസ് കുക്കറിൽ ഹാഫ് കുക്കാക്കി വെക്കും. പിന്നെ കിച്ചൺ കിടക്കുന്നതിന് മുന്നേ തന്നെ ക്ലീൻ ആക്കിയിട്ടേ കിടക്കാറുള്ളൂ. അതേപോലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് ഉണങ്ങുന്നത് അപ്പം തന്നെ മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ഒരു ദിവസം മടക്കിയില്ലെങ്കിൽ അത് കൂടി ഇരട്ടി പണിയാകാറുമുണ്ട് കേട്ടോ. അതേപോലെ സമയം മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല വഴി രാവിലെ നേരത്തെ എണീക്കുക എന്നാണ്. നേരത്തെ എണീറ്റാൽ കൂടുതൽ സമയവും നമുക്ക് കിട്ടും. ഓർഡറായിട്ട് നമ്മൾ ജോലികൾ തീർക്കാനായിട്ടും പറ്റും. തലേന്ന് തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ കുക്കിങ്ങിന് അധികം സമയം നമുക്ക് വേണ്ടി വരില്ല. പിന്നെ നമ്മുടെ ബാക്കി ക്ലീനിങ് വീട്ടുജോലികളൊക്കെ തീർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കായിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കാനായിട്ടും കിട്ടും. ജോലിക്ക് പോകുന്നവരായാലും അതേസമയം വീട്ടമ്മമാരായാലും ഇതേപോലെ രാവിലെ തന്നെ പണികളൊക്കെ തീർത്താൽ നമുക്കായി കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ സാധിക്കും. സമയം പെട്ടെന്ന് കടന്നു പോകും. കഴിഞ്ഞു പോയതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യവുമില്ല. ഉള്ള സമയത്ത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന
പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. സമയമില്ല എന്ന് പറയുന്നവർക്ക് സ്വയം സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടി ആരും അവരുടെ ടൈം എക്സ്ട്രാ ആയിട്ട് തരില്ല. അതുകൊണ്ട് തന്നെ വിലപ്പെട്ട സമയം വെറുതെ കളയാതെ നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി സമയത്തെ ക്രമീകരിച്ച് ജീവിക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വിഷയം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ രാത്രിയിൽ ഞാൻ ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കുന്നത് പാവ് ഭാജിയാണ് കേട്ടോ. അപ്പോൾ പാവ് ഭാജി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഫ്രോസൺ ഗ്രീൻ പീസ്, അത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പീസ് ബീട്രൂട്ടും കൂടി ഇട്ടിട്ടുണ്ട് കളർ കിട്ടാനായിട്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ബീട്രൂട്ട് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിയിട്ടും ചെയ്യാം. എന്നിട്ടൊരു 5-6 വിസിൽ അടുപ്പിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുക്കായി വരും. ഇനിയിപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വാടി വരണം. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് വഴണ്ട് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നു. അത് ഞാനൊന്ന് സ്മാഷർ വെച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതെപ്പോഴും നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതേസമയം മിക്സിയിലിട്ട് അരച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ അത് പേസ്റ്റ് രൂപത്തിലായി പോകും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പച്ച ക്യാപ്സിക്കം തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ നമ്മൾ പാവ് ഭാജി മസാല മേടിക്കാനായിട്ട് കിട്ടും, ആ പാവ് ഭാജി മസാലയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ പാവ് ഭാജി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പാവ് ഭാജിയുടെ മസാല ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് അത് ആ പച്ചമണമൊക്കെ പൊടികളുടെ പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും തക്കാളി, നല്ല പോലെ പഴുത്ത 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അത് നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. എല്ലാം നല്ലപോലെ യോജിച്ച് വെന്തുടഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് നേരത്തെ വേവിച്ചുടച്ച് വെച്ചിരുന്ന ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് നിർബന്ധമില്ല, ഒരു കളർ കിട്ടാനായിട്ടാണ് ഞാൻ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് യോജിച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഒരു 5-10 മിനിറ്റ് കിടന്ന് കുക്കാകാനായിട്ട് ആവശ്യത്തിന് ഒരു 1.5 ഗ്ലാസ്സൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കസൂരി മേത്തി അതോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ ഒരുപാട് ഗ്രേവി തിക്കും ആകരുത് ലൂസും ആകരുത്, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ കട്ട് ചെയ്തിടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക, ഉപ്പ് എരിവൊക്കെ കറക്റ്റ് ആണോ എന്ന്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അവസാനമായിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അടച്ച് വയ്ക്കുകയാണ്. നമുക്ക് സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും എടുത്താൽ മതിയാകും. ഇനിയിപ്പം നമ്മൾ പാവ് ഭാജിക്കുള്ള പാവ് ബണ്ണ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അത് മേടിച്ചത് ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ പാവ് ബണ്ണ് നമുക്ക് ബേക്കറികളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഈ പാവ് ബണ്ണ് എന്ന് പറയുന്നത്. അത് ഞാൻ നടുവേ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തൊക്കെ പോയി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന രീതിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും കേട്ടോ ബണ്ണ്. എന്നിട്ട് നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ പാവ് ഭാജി മസാല എന്നിട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇപ്പം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അതിലേക്ക് 1 പീസ് ബട്ടറും അതുപോലെ തന്നെ നമ്മൾ ഒനിയൻ കട്ട് ചെയ്തതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പാവ് ഭാജി കഴിക്കാനായിട്ട് പോവാണ്. നമ്മുടെ പാവ് ബണ്ണ് പാവ് ഭാജി മസാലയിലേക്ക് മുക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ട്. ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിനു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തു നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.